ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓൺലൈൻ പഠനത്തിനോടുള്ള താല്പര്യം കുട്ടികൾക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല രക്ഷിതാക്കൾക്കുമുള്ള ഡൗട്ടാണ് കുട്ടീനെ എങ്ങനെ ഓൺലൈൻ പഠിപ്പിക്കാം എന്നുള്ള ഒരു ഡൗട്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്, നേരത്തെ എണീക്കുക. കഴിയുന്നതും നേരത്തെ എണീക്കാൻ ശ്രമിക്കണം. സ്കൂൾ ദിവസങ്ങളിൽ കൃത്യസമയത്ത് സ്കൂളിലേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ നേരത്തെ എണീക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്കൂളുകളില്ല. നമുക്ക് തോന്നുന്ന ടൈമിലാണ് നമ്മൾ എണീക്കാറുള്ളത്. ഒരു ഷെഡ്യൂൾ ഇല്ലാത്ത ടൈമിൽ ഒരു ദിവസം 6 മണിക്ക്, നെക്സ്റ്റ് ഡേ 7 മണിക്ക്, 8 മണിക്ക്, ഇങ്ങനെ ഒരു കറക്റ്റ് ടൈമിനല്ല നമ്മൾ എണീക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ രാവിലെ തന്നെ ഒരു കറക്റ്റ് ടൈമിൽ എണീക്കാൻ ശ്രമിക്കുക. 5 മണിക്കാണെങ്കിൽ എല്ലാ ദിവസവും 5 മണിക്ക്, 6 മണിക്കാണെങ്കിൽ എല്ലാ ദിവസവും 6 മണിക്ക് എന്ന കറക്റ്റ് ടൈമിൽ എണീക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ്, എയിം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം വേണം നമുക്ക്. നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലേക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകണം. ഞാൻ ഇതാവും, എനിക്കിതായി തീരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ വേണം നമ്മൾ പഠിക്കാൻ. അങ്ങനെ ആവുമ്പോൾ പഠനത്തിനോടുള്ള താല്പര്യം കൂടുവാനും പഠിക്കാനുള്ള ഉന്മേഷം കൂടുവാനും അത് നിങ്ങളെ സഹായകമാകും. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായാൽ മാത്രമേ നമുക്ക് എവിടെയും എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളരെ കല്ലുകൊണ്ട് കുത്തുന്ന രീതിയിൽ ഉറപ്പിച്ചു വെക്കണം. എനിക്ക് ഇതാകണം, എനിക്കിതായി തീരണം എന്നുള്ള ആ ദൃഢവിശ്വാസം കൈവിടരുത്. ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ ഉന്മേഷിതനാവുകയും പഠനം ഒരു രസകരമായ രീതിയിൽ കൊണ്ടുപോകാനും നിങ്ങളെ സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ്, പലപ്പോഴും എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയുന്നില്ല എന്ന്. എന്തുകൊണ്ടെന്ന് ഒരിക്കലുമില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെറ്ററായിട്ട് സ്റ്റഡി സ്പേസ് അത്യാവശ്യമാണ്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. കാറ്റും വെളിച്ചവും ഒക്കെയുള്ള ഒരു നല്ലൊരു സ്പേസ്, വായിക്കാനിരിക്കുന്ന ഒരു സ്പേസ് നിങ്ങൾ കണ്ടെത്തണം. ബെഡിൽ കിടന്ന് നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ ഉന്മേഷകനാക്കാൻ സഹായിക്കില്ല. അത് നിങ്ങളെ പഠനത്തിനോടുള്ള താല്പര്യം കുറക്കുവാനാണ് സഹായിക്കുക. പഠിക്കാൻ വേണ്ടി എപ്പോഴും ഒരു ടേബിളിലും ഒരു കസേരയിലും ഇരിക്കാൻ ശ്രദ്ധിക്കുക. പഠിക്കുന്ന അന്തരീക്ഷം, നമ്മൾ ഇരിക്കുന്ന അന്തരീക്ഷം പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ, പഠനത്തെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അത് നിങ്ങളെ സഹായമാകും. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തു വെച്ചോ എന്ന് ഉറപ്പുവരുത്തണം. ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമായ പെന്ന്, പെൻസിൽ, നോട്ട്ബുക്ക് എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ എല്ലാം തയ്യാറായിരിക്കണം. മനസ്സിനെ നന്നായിട്ട് ശാന്തമായിട്ടിരിക്കുക. അത് പഠനത്തോടുള്ള താല്പര്യം കൂടുവാൻ നിങ്ങളെ സഹായകമാകും. ഓൺലൈൻ ക്ലാസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ആവാൻ, എഫക്റ്റീവ് ആവാൻ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മൾക്ക് ഓൺലൈൻ ക്ലാസ് മൊബൈലിലാണ് നടക്കാറുള്ളത്. പക്ഷേ അതിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് കൺവേർട്ട് ആവാറുണ്ട്. ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കോ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകും. അതിലെന്തായിരിക്കും, എന്താണ് ആ നോട്ടിഫിക്കേഷനിൽ, എന്ത് മെസ്സേജാണ് വന്നിട്ടുള്ളത്, അങ്ങനെയൊക്കെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ പഠനത്തിനോടുള്ള താല്പര്യം കുറക്കാനും അങ്ങോട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ടച്ച് ചെയ്യാനും അതൊന്ന് എടുത്തു നോക്കാനുമുള്ള നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വല്ലാതായിട്ട് അലട്ടും. ഇങ്ങനെയുള്ള സന്ദർഭം നമുക്ക് ക്ലാസ്സിനോടുള്ള കോൺസെൻട്രേഷൻസ് ഒക്കെ നഷ്ടമാവാം. അതുകൊണ്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് വരാൻ
സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ്, നിങ്ങളുടെ മൈൻഡ് പോവാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻസ്, വാട്സപ്പ് മെസ്സേജ്, ഫേസ്ബുക്ക് മെസ്സേജ്, ഏതെങ്കിലും നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിടെ മനസ്സ് കൺവേർട്ടായി പോകുന്നത്. ആ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ടേൺ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. മേക്ക് ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുക. ഇന്ന് എന്തൊക്കെ ചെയ്യാനുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ഒരു ടൈം ടേബിളായിട്ട് ചെയ്തു വെക്കണം. ഇന്ന ഡേറ്റിൽ, ഇന്ന ദിവസം, ഇന്ന ടൈമിൽ ഇന്ന് ഈ ബുക്ക് വായിക്കണം, ഇന്ന് ഈ നോട്ട് കംപ്ലീറ്റ് ചെയ്യണം, ഇന്ന് ഈ ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് വായിക്കണം. അങ്ങനെയുള്ള എല്ലാ പോയിൻറ്റ്സുകളും, ഇന്ന് ചെയ്യേണ്ട എല്ലാ വർക്കുകളും നിങ്ങൾ ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയെടുക്കുക. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനും നിങ്ങൾക്ക് സമയം കണ്ടെത്താനും സഹായകമാകും. ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു റഫ് നോട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ടീച്ചർ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ഒരു റഫ് നോട്ടിൽ സൂക്ഷിക്കുക. ക്ലാസ് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതിയ റഫ് നോട്ടിൻ്റെ പോയിൻറ്റ്സും ആ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുന്ന പോയിൻറ്റ്സും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയും കൂടുതലായിട്ട് ആ പാഠഭാഗം മനസ്സിലാവുകയും അതിൽ നിന്നും കൂടുതലായിട്ട് അഡീഷണലായിട്ട് പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇത് നല്ലൊരു മാർഗ്ഗമാണ് പഠനത്തിനോട് മുന്നോട്ട് നയിക്കാനും പഠിച്ചത് ഓർമ്മ എടുക്കാനും പഠനത്തിൽ നിന്നും പുറകോട്ടുള്ള കുട്ടികൾക്കൊക്കെ സഹായകമാകും എന്ന് വിശ്വസിക്കുന്നു.